ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊടൈക്കനാലിലേക്ക് യാത്ര പോവുകയാണ്. ഞങ്ങളുടെ കാറിൽ മാറി മാറി ഡ്രൈവ് ചെയ്ത് പോകാനായിരുന്നു പ്ലാൻ. കാർ ഇടയ്ക്കൊന്ന് ചെറുതായി പണിമുടക്കിയെങ്കിലും അതൊക്കെ ശരിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ജേണി ആരംഭിച്ചു. കുറച്ച് നേരം സംസാരവും ഉപദേശവും ഒക്കെ ആയിട്ട് കടന്നുപോയി. പിന്നെ ക്ഷീണം മാറ്റാനായിട്ട് കരിക്കൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ബോർഡ് നോക്കും, ഇനി എത്ര കിലോമീറ്ററും കൂടി ഇരിക്കണം എന്ന്. ആകെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്ന കുറച്ച് സീനറി മാത്രമായിരുന്നു ഒരു രസം, അല്ലാണ്ട് കുറച്ച് ടയറിങ് ജേണി തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് മിക്ക ഹിൽ സ്റ്റേഷൻസ് നോക്കിയാലും ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെയായിരിക്കും. അതേപോലെ തന്നെയായിരുന്നു ഈ കൊടൈക്കനാൽ ട്രിപ്പും. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എത്തി, റിസപ്ഷനിലെത്തി, ലഗേജൊക്കെ വെച്ചിട്ട് തിരക്കുള്ള ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങി. സ്വെറ്റർ ഇട്ടതിൽ ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, തണുപ്പില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ ചെവി അടയുകയും തുറക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വെറ്റർ ഇട്ടത് നഷ്ടമായില്ല. കഷ്ടപ്പെട്ട് നടന്ന് ഒരു സീനിക് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്, ബ്രൈൻഡ് പാർക്ക്. അപ്പോൾ യൂഷ്വലി കൊടൈക്കനാൽ ടൗണിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് ആ സ്ഥലങ്ങളൊക്കെ നടന്ന് കാണുന്നതായിരിക്കും ബെറ്റർ. കാര്യം അല്ലെങ്കിൽ റോഡ് ഫുൾ വണ്ടികളാൽ ബ്ലോക്ക് ആയിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ട്രിപ്പിലെ കുറച്ച് മൊമെൻറ്റ്സ് ക്ലിപ്പ് എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്തിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഐറ്റിനറി ആയിട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. തണുപ്പ് കൂടിയതുകൊണ്ട് ഞാനൊരു തലയിലിടുന്ന ക്യാപ്പ് വാങ്ങിയിട്ടിട്ട് നല്ല ചൂട് ചായയും മാഗിയും ഒക്കെ കുടിച്ചിട്ട് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ കൊടൈ ലേക്ക്. ഈ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഒരു പോർഷൻ ഭയങ്കര മോശമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബീങ് എ കേരളൈറ്റ് ഇത് കാണുമ്പോൾ അത്ര ഒരു മെസ്മറൈസിങ് ഫീൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒരു ബദാം മിൽക്കൊക്കെ കുടിച്ച് വീണ്ടും അതിന് ചുറ്റും നടന്നു. ബട്ട് സ്കൈ വാസ് അടിപൊളി. ചെന്നത് കുറച്ച് ലേറ്റായിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം കുറച്ച് ഉള്ളിലേക്ക് സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ഫുഡ് കിട്ടുമെന്ന് ഡൗട്ടുള്ളതുകൊണ്ട് ബ്രെഡൊക്കെ വാങ്ങി ആൻഡ് റൂമിലേക്ക് വന്നു. ഇതാണ് റൂം. പിന്നെന്താ, സിനിമ കണ്ടു, കിടന്നുറങ്ങി. താമസിക്കുന്ന ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ട് 8:30 ഒക്കെ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് കോക്കേഴ്സ് വാക്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഒരു മോർണിംഗ് വാക്ക് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ പതിവ് പോലെ ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് എൻ്റെ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റാണ് ഊതുമ്പോൾ ഫോഗ് വരാനായിട്ട്. പക്ഷെ കുറച്ചൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല ചൂട് ചായ കുടിച്ച് സ്വിറ്റ്സർലാൻഡ് പോലെ കാണുന്ന ആ പ്രദേശം എന്നാണല്ലോ നമ്മൾ പൊതുവെ കൊടൈക്കനാലിനെ റീലുകളിൽ കാണാറുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടി നടന്ന് അങ്ങനെ പോയി. പക്ഷേ ഈ നടപ്പ് അടിപൊളിയായിരുന്നു. കാര്യം അധികം ആരും കൊടൈക്കനാലേ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് പീസ്ഫുള്ളായിട്ടായിരുന്നു എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് തണുപ്പൊക്കെ ആസ്വദിച്ച്. കോക്കേഴ്സ് വാക്കിൻ്റെ ഫസ്റ്റ് ടിക്കറ്റ് അന്ന് എടുത്തത് ഞങ്ങളായിരുന്നു. അങ്ങനെ എടുത്തിട്ട് ഈ ഹിൽ റേഞ്ചിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് നടക്കാനായിട്ടേ. രാവിലെ ഒന്നും ഇവിടെ ഒരു മനുഷ്യരുണ്ടാവില്ല. കുറച്ച് സമാധാനപരമായിട്ട് നടക്കാം. ഇറ്റ് വാസ് എ ഗുഡ് ചോയ്സ് ആൻഡ് നല്ല സൺ കിസ്ഡ്. അങ്ങനെ സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, ട്രിപ്പ് വരുമ്പോൾ എന്താ പിക്ക് എടുക്കണ്ടേ. അങ്ങനെ കുറേ പിക്കൊക്കെ എടുത്തിട്ട് ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലേക്ക് പോവുകയാണ്, ഡോൾഫിൻ്റെ മൂക്ക്, അതായത് ഡോൾഫിൻ നോസിലേക്കാണ്. കുറച്ച് ടഫായിരുന്നു ഇറങ്ങാനും കയറാനും ഒക്കെ, കിതപ്പും പെടാപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. അത് വെർത്തിറ്റായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും എളുപ്പമായിട്ടുള്ള ട്രക്ക് കയറിയിട്ടതിലും നല്ല വ്യൂസ് കണ്ടിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ അവിടെ കൊടൈക്കനാലിലുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും തമ്മിൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ഈ ഡോൾഫിൻസ് നോസ്. കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് കാലുവേദന ആയിരുന്നെങ്കിൽ കൂടി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. റാദർ ദാൻ കൊടൈക്കനാലിലെ ഈ ലേക്കും ഹിൽ റേഞ്ച് വെറുതെ കാണുന്നതിലും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി നടക്കാൻ, വാട്ടർഫോൾസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കാൻ രസമായിരുന്നു. ഞങ്ങൾ ഡോൾഫിൻ്റെ മൂക്കിലെത്തി.
ഡോൾഫിൻ ഹൗസ് എന്നല്ലേ. അമേസിങ്, റിയലി അമേസിങ്. ഇനിയും കൊടൈക്കനാലിൻ്റെ ഗ്രാമഭംഗി ആസ്വദിക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്പോട്ട് പൂമ്പാറയായിരുന്നു. ആൻഡ് അവിടെ നിന്നൊരു നല്ല വ്യൂ ഒക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കൂഗൽ ലേക്കിലേക്കാണ് പോകുന്നത്. ആ റൂട്ട് ഇച്ചിരി നാരോ ആണ്. ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ സൈഡാക്കേണ്ടി വരും. ആൻഡ് കുറച്ചധികം ഉള്ളിലേക്ക് പോകണം. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ അത്ര മെഡോസ് ഞങ്ങൾ ചെന്ന ക്ലൈമറ്റിൽ ഉണ്ടായിരുന്നില്ല. മേ ബി ഒരു ബെറ്റർ ക്ലൈമറ്റിൽ അങ്ങനെ അത്രയും കാണുമായിരിക്കും. ആൻഡ് ഈ മെഡോസ് കാണൽ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള മന്നവനാട് മാത്രം പോയാൽ മതി. അവിടെ ഇതിനേലും ബെറ്ററായിട്ട് കാണും. ആൻഡ് കൂഗൽ ലേക്കിലൊന്നും ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ പോകേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ വാങ്ങിയ ഫ്രൂട്ട്സും ബ്രെഡും ഒക്കെ കഴിച്ചു. അപ്പോൾ വഴി കൂടെ ഈ വിറകൊക്കെ കൊണ്ടുവരുന്ന ആൻറ്റിമാർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ടും ബ്രെഡും ഒക്കെ കൊടുത്തു. ആൻഡ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് മന്നവനാട് ഷീപ്പ് ഫാമിലേക്കാണ്. ഇതൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. ഇങ്ങനെ കുറേ റാബിറ്റുകൾക്ക് തീറ്റ കൊടുക്കുന്നതും റാബിറ്റുകളെ കാണാനും ഒക്കെ പറ്റും. ആൻഡ് അവിടെ മെയിൻലി ഷീപ്പാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങളൊരു 3:30 ആയപ്പോൾ എത്തിയപ്പോഴത്തേക്കും ഷീപ്പുകളൊക്കെ അവിടെ ഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതവിടുത്തെ ഗൈഡ് ഡോഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഈ ഓടി വരുന്നത്, അറിയില്ല. ആൻഡ് അതിന് ശേഷം ഞങ്ങൾക്ക് ഷീപ്പ് തിരിച്ച് ഓടിപ്പോകുന്നത് കാണണമായിരുന്നു. അത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കിനും ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഷീപ്പ് അവരുടെ ഗ്രേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ആൻഡ് ഷീപ്പ് ഇപ്പോൾ ഓടിപ്പോവും. അത് കാണാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത്രയും പേരും അത് കാണാൻ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഒരു അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മമാരാണ്. അപ്പം അമ്മമാർക്ക് മുന്നേ കുട്ടി ഷീപ്പുകളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമാർ വന്നു എന്നറിഞ്ഞപ്പോഴേ കുട്ടി ഷീപ്പുകൾ നിലവിളി തുടങ്ങി. അങ്ങനെ ഓടി വന്നു പാല് കുടിക്കാനൊക്കെ ആയിട്ട്. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പൂണ്ടിയിലേക്കാണ്. പൂണ്ടിയുടെ സീനിക് ബ്യൂട്ടി എല്ലാം ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ആ വഴിയിൽ കാണുന്ന കുറച്ച് നല്ല ചെടികൾ കണ്ടു എന്നും പറഞ്ഞ് മാതാശ്രീ അത് പറിച്ചു. ഇത് മിക്ക വീടുകളിലും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഇടയ്ക്ക് ഇങ്ങനെ നല്ല നല്ല സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ നിർത്തും, പിക്കെടുക്കും, അതൊക്കെ ആസ്വദിക്കും. അങ്ങനെ തിരിച്ച് നൈറ്റൊക്കെ ആയി തിരിച്ചെത്താനായിട്ട്. കുറച്ച് ലേറ്റായി പോയായിരുന്നു ഞങ്ങൾ. അത് ഇറങ്ങാൻ ലേറ്റായി, അതിനനുസരിച്ച് ഡോൾഫിൻ ഹൗസിൻ്റെ അവിടെ ലേറ്റായി. അങ്ങനെ മൊത്തത്തിൽ ലേറ്റായതാണ്. പിന്നെ ഭയങ്കര വിശപ്പായതുകൊണ്ട് ഒന്ന് കഴിച്ചു. വീണ്ടും കുറച്ചധികം ഡ്രൈവ് ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തതിന് ശേഷം തിരിച്ചെത്തി വീണ്ടും ക്ഷീണിച്ചുകൊണ്ട് വീണ്ടും കുറച്ച് കഴിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് കിടന്നുറങ്ങിയത്. ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ആയതുകൊണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു വാക്കിന് പോയി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്തു, ഇറങ്ങി. ആൻഡ് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പില്ലർ റോക്കായിരുന്നു. അവിടെ കോട കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞങ്ങൾ കണ്ടു ആ പില്ലർ റോക്കിനെ, 3 പില്ലേഴ്സ് പോലെ ഇരിക്കുന്നതിനെ. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് തോന്നുന്നു ആൾക്കാർ ഓരോ ലൈഫ് ലെസൺസ് ഉണ്ടാക്കുന്നത്. പേഷ്യൻസാണ് കീ എന്നുള്ളതൊക്കെ. പിന്നെ അതിന് ശേഷം കുറച്ച് പേർക്ക് കൊടുക്കാൻ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ആൻഡ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഓർഡർ മാറിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഇനിയുള്ള പ്ലേസസ് കാണേണ്ട ഓർഡർ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. കാര്യം ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബ്ലോക്കിൽ അകപ്പെട്ടു പോകും. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ്. അതിനുശേഷം ദാറ്റ് ഫേമസ് ഗുണ കേവിലേക്കാണ് പോയത്. ഈ ഒരു മിനി കേരളത്തിലേക്ക് കടന്ന ഫീലായിരുന്നു. കാല് കുത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രമാത്രം ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ട്രിപ്പിന് വന്നവരും സ്കൂൾ പിള്ളേരും ഫാമിലി ടൂറും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ബഹളവും. ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇറങ്ങി. പിന്നെ വഴിയിൽ ഫുൾ ഇങ്ങനെ ക്യാരറ്റും ചോക്ലേറ്റ് കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നടന്നു. ആൻഡ് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. സൂയിസൈഡ് പോയിന്റ് അല്ലെങ്കിൽ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അവിടേക്കൊക്കെ ആണെങ്കിൽ ഫുൾ ബ്ലോക്കൊക്കെ ആയിരുന്നു. ആൻഡ് ഈ ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി ഫുൾ കടകളാണ് കേട്ടോ. ഒരു സ്ട്രാറ്റജിക് മൂവ്. ഇതാണ് ആക്ച്വലി കാണേണ്ടത്, പക്ഷെ ഇതാണ് ഞങ്ങൾ കണ്ടത്. റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി. അതിനുശേഷം ക്യാരറ്റൊക്കെ തിന്നു, കുറച്ച് റാഡിഷൊക്കെ വാങ്ങിച്ചു. ആൻഡ് തിരിച്ച് നമ്മൾ
വരികയാണ്. തമിഴ്നാട്. 15 അതിനെ നമ്മളിപ്പോ കണ്ണടച്ച് കാണിച്ചത് കേരള 7 ബോറടിക്കുന്നതുകൊണ്ട് എത്ര കേരള വണ്ടി എത്ര തമിഴ്നാട് വണ്ടി എന്നൊക്കെ എണ്ണി കളിക്കുകയായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി. ആൻഡ് അന്ന് നൈറ്റ് തന്നെ വീട്ടിലേക്ക് എത്തി. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.